നമസ്കാരം. അപ്പോ പറഞ്ഞു വന്നത് ഒരു കഥയാണ്, ഒരു സംഭവ കഥ. ഇന്നലെ കിച്ചൺ ഡ്യൂട്ടി എനിക്കായിരുന്നു. ചപ്പാത്തി ഉണ്ടാക്കുന്നതിനിടയിൽ എന്തോ ഓർത്തു നിന്ന് ഞാൻ അറിയാതെ ചട്ടുകം കവിളിൽ നിന്ന് തൊട്ടു. പെട്ടെന്നൊന്ന് ഞെട്ടി. ചട്ടുകത്തിന്റെ ചൂട് പഴയ ഒരു ഓർമ്മയിലേക്ക് എന്നെ കൊണ്ടുപോയി. അന്ന് എനിക്ക് 5-6 വയസ്സ് കാണും. ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബമായതുകൊണ്ട് തന്നെ വീട്ടുജോലികൾ മുഴുവൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം എന്റെ ഉമ്മയ്ക്ക് മാത്രമായിരുന്നു. 7 സഹോദരിമാരുടെ ആംഗ്ലയായി ജനിച്ച എന്റെ ഉപ്പയുടെ ഭാര്യയ്ക്ക് ഇതല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? എല്ലാവർക്കുമുള്ള പ്രാതലൊരുക്കണം, പശു, ആട്, കോഴി മുതലായവയെ പരിപാലിക്കണം, പാൽ അളന്നു വെക്കണം, മുട്ടകൾ എടുത്തു വെക്കണം, തൊഴുത്തു കഴുകി വൃത്തിയാക്കണം. ഇതൊക്കെ ഒന്ന് കഴിയുമ്പോൾ ഉച്ചയ്ക്കുള്ളത് തയ്യാറാക്കാനുള്ള സമയമാകും. അന്ന് റംസാൻ 30. പിറ്റന്നത്തെ പെരുന്നാളിനുള്ള ഉറട്ടിക്കായി ഉമ്മ മാവ് വറുക്കുകയായിരുന്നു. അടുക്കളയ്ക്ക് പുറത്ത് കല്ലടുപ്പിൽ വലിയ ഒരു ഉരുളിയിൽ മാവ് വറുക്കുന്ന ഉമ്മയെ കണ്ടപ്പോൾ അതുവരെ ഉമ്മറത്ത് കസിൻ പിള്ളേരുമായി കളിച്ചുകൊണ്ടിരുന്ന എനിക്കൊരു കൗതുകം. ഉമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ ഒരു കൊതി. നട്ടുച്ചയ്ക്ക് നോമ്പും പിടിച്ച് വിയർത്തു കുളിച്ചു നിൽക്കുന്ന ഉമ്മയുടെ അടുത്തേക്ക് തുള്ളിച്ചാടി ഞാൻ ഓടി. ഉമ്മച്ചി വാ, കെട്ടിപ്പിടിച്ച് കിടക്കാം. നിസ്സഹായതയോടെ എന്നെ നോക്കുന്ന ഉമ്മയോട് ഞാൻ വീണ്ടും പറഞ്ഞു, വാ ഉമ്മച്ചി, കെട്ടിപ്പിടിച്ച് കിടക്കാം. മക്കളിപ്പോ അങ്ങ് അകത്തു പോകും. ഉമ്മച്ചി ഇത് കഴിഞ്ഞ് കുളിച്ചിട്ട് ഇപ്പൊ വരാം. പറ്റൂല, എനിക്ക് ഇപ്പൊ വേണം. വാ ഉമ്മച്ചി വാ, കെട്ടിപ്പിടിച്ച് കിടക്കാം. ഇതും പറഞ്ഞ് ഞാൻ ഉമ്മച്ചിയുടെ കയ്യിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. വിടുമോനെ, ഉമ്മച്ചി കുളിച്ചിട്ടേ വരൂ. മക്കൾ അങ്ങ് അകത്ത് പോയി. ഞാൻ വീണ്ടും ഉമ്മയുടെ കയ്യിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. എന്റെ കണ്ണുകൾ ഒഴുകി തുടങ്ങിയിരുന്നു. വാ ഉമ്മച്ചി വാ, കെട്ടിപ്പിടിച്ച് കിടക്കാം. വെയിലിന്റെ കാഠിന്യം കൊണ്ടോ നോമ്പിന്റെ തളർച്ച കൊണ്ടോ എന്തോ ഉമ്മ കയ്യിലിരുന്ന ചട്ടുകം വെച്ച് എന്നെ ചെറുതായൊന്ന് അടിച്ചു. വലിയ അടിയല്ല കേട്ടോ. എന്നാൽ ആ ചട്ടുകത്തിന് ചൂടുണ്ടാകുമെന്ന് ഉമ്മ ഓർത്തു കാണില്ല. ഞാൻ നിലവിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി. വൈകുന്നേരം ഉമ്മ എന്നെ അടുത്തു വിളിച്ച് മടിയിൽ കിടത്തി. ഉമ്മ കൈകൊണ്ട് എന്റെ മുടിയിഴകൾ തഴുകുന്നുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും സുഖകരമായ നിമിഷം. തന്റെ ഇടം കൈകൊണ്ട് എന്റെ തുടയിലെ ചെറു പൊള്ളലേറ്റ ഭാഗം തലോടുമ്പോൾ എന്റെ ഉമ്മ കരയുകയായിരുന്നു. ഉമ്മയുടെ കവിളിലൂടെ ഒഴുകി വന്ന കണ്ണുനീർ തുള്ളികൾ എന്റെ കവിളിൽ വീണപ്പോൾ അതിന് ആ ചട്ടുകത്തേക്കാൾ ചൂടായിരുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം. സ്റ്റേ ബ്ലെസ്ഡ്.